Hi friends, welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 3 ലെയർ നിക്കാബ് കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ പർദ്ദ ഷോൾ വെച്ചിട്ടാണ് നിക്കാബ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഷോൾ നമുക്കിവിടെ 3 മെഷർമെൻറ്റിലായിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ 28 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നീളവും വീതിയും തുല്യമായിരിക്കും, 14 ഇഞ്ചായിരിക്കും. ഇനി സെയിം മെഷർമെൻറ്റിലുള്ള 2 പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പീസിൻ്റെ വിഡ്ത്ത് വരുന്നത് 16 ഇഞ്ച്, ലെങ്ത്ത് 19 ഇഞ്ചുമാണ്. ഇനി ബാൻഡ് വെക്കുന്നതിന് വേണ്ടി 4 ഇഞ്ച് ലെങ്ത്തും 40 ഇഞ്ച് വിഡ്ത്തുമുള്ള ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ 20 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരേ മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത 2 പീസ് ഉണ്ടല്ലോ, അതായത് നീളം 19 ഇഞ്ചും വീതി 16 ഇഞ്ചിലും നമ്മൾ കട്ട് ചെയ്ത 2 പീസ് എടുത്തിട്ട് ഇതിൻ്റെ 3 സൈഡും നമുക്കൊന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നീളത്തിൽ വരുന്ന 2 സൈഡും വീതിക്ക് വരുന്ന ഒരു സൈഡുമാണ് നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒരു ഭാഗം മാത്രം മാറ്റി വെച്ചിട്ട് ഈ ബാക്കി 3 സൈഡും നമ്മളൊന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ലോക്ക് ചെയ്യാൻ പറ്റിയ മെഷീനാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ 2 പീസും ഞാനിവിടെ ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അത്രയും ചെറുതാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ 14 ഇഞ്ച് വീതിയും 28 ഇഞ്ച് ലെങ്ത്തുമുള്ള ഈ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫോൾഡ് ചെയ്ത വശമാണ് ഇത്. ഇതിൻ്റെ ഈ 2 സൈഡ്, ഈ ഒരു സൈഡും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് നിൽക്കുകയും വേണം. അപ്പോൾ ഈ 2 സൈഡും ഞാനിവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഓപ്പൺ ആയ ഭാഗത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 14 ഇഞ്ച് വിഡ്ത്താണ്. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 7 ഇഞ്ചാണ്. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് ഈ സൈഡിലേക്ക് ഒരു 4 ഇഞ്ചും ഈ സൈഡിലേക്ക് ഒരു 4 ഇഞ്ചും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഒന്ന് ബോക്സ് ആക്കിയിട്ട് ഇതേപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു ബോക്സിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. ഇപ്പം ഞാൻ ഈ ബോക്സ് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോർണറിലൊക്കെ നീഡിൽ കുത്തി നിർത്തിയിട്ട് വേണം ക്ലോത്ത് തിരിക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ ആ ഒരു കോർണറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് അതിന് ശേഷം ഈ സ്റ്റിച്ച് ചെയ്തത് ആണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബ്ലാക്ക് ആയതുകൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഇതിനോട് ചേർന്ന് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 2 സൈഡും ഇതേപോലെ സ്റ്റിച്ചിനോട് ചേർന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ഈ 2 സൈഡും ഇവിടെ ഓപ്പൺ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് കൂടെ ഇതൊന്ന് നല്ല വശം നമുക്ക് മറിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ മറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കോർണറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരേ മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് വെച്ച, അതായത് 16, 19 അളവിൽ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച ഈ 2 പീസ് എടുത്തിട്ട് ഇതിൻ്റെ 3 സൈഡ് നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫോൾഡ് ചെയ്യാത്ത ഈ ഒരു വശം നമുക്കിവിടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് 2 പീസ് കൂടെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാത്ത ഈ ഒരു സൈഡ് നമ്മളിവിടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ജോയിൻ ചെയ്ത ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച നിക്കാബ് ഉണ്ടല്ലോ, മുഖത്തേക്ക് ഇടുന്ന ഈ ഒരു പീസ്,
ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ട് സെൻറ്ററും ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ സെൻറ്റർ ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ സൈഡ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സൈഡ് നമുക്ക് രണ്ടും ഒന്ന് മേലോട്ടേക്ക് ഇതേപോലെ മേലോട്ടേക്ക് കയറ്റി വെച്ചിട്ട് തയ്യൽ തുമ്പൊന്ന് പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കണ്ണ് പുറത്തേക്ക് കാണുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ബാൻഡാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 4 ഇഞ്ച് ലെങ്ത്തുള്ള ഈ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാൻഡിൻ്റെ സെൻറ്ററും നിക്കാബിൻ്റെ സെൻറ്ററും ഒക്കെ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഫാബ്രിക് ഒന്ന് ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീങ്ങി പോകാതെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് നിക്കാബുമായിട്ട് ജോയിൻ ചെയ്യേണ്ട സ്ഥലം ഒന്ന് രണ്ട് സൈഡിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് ഭാഗവും വെച്ചിട്ട് വേണം നമുക്കിവിടെ നിക്കാബുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് വേണം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് വന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ നിക്കാബുമായിട്ട് ജോയിൻ ചെയ്യുന്ന, അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ നിക്കാബുമായിട്ട് ഇത് ജോയിൻ ചെയ്തെടുക്കുക. അപ്പം മറ്റേ ഈ ഒരു പീസ് സ്റ്റിച്ചിങ്ങിന് കുടുങ്ങിപ്പോകരുത്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങേ അറ്റത്ത് വേണം നമുക്ക് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ നിക്കാബായിട്ട് ജോയിൻ ചെയ്യേണ്ട സ്ഥലം മാർക്ക് ചെയ്താൽ കേട്ടോ അത്. അപ്പോൾ ഈ ഒരു അറ്റം ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ നിക്കാബ് ജോയിൻ ചെയ്യാൻ വേണ്ട മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ നിക്കാബിൻ്റെ ഈ പാർട്ട് എടുത്തിട്ട് ഇതുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അടിവശത്തുള്ള ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുടുങ്ങി പോകരുത്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു മുട്ടസൂചി നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ മറ്റേ എഡ്ജ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിക്കാബ് ജോയിൻ ആയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം ഈ ഒരു പീസ് 4 ഇഞ്ച് വീതിയുള്ള ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു എൻഡ് വരെ നമ്മളിവിടെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ ഇത് ഒരു ഭാഗമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണ് പുറത്തേക്ക് കാണുന്ന ഒരു പാർട്ടാണിത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു 4 ഇഞ്ച് വിടുത്ത് വരുന്ന ഈ ഒരു പീസ് നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ നിക്കാബായിട്ട് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെ തയ്യൽ തുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ മറ്റേ ഒരറ്റം വരെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീഡിയോന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മേൽവശത്ത് കൂടെ വേണം ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നമ്മുടെ നിക്കാബിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.